നമ്മുടെ സംസ്ഥാനത്ത് ജനശ്രീ എന്ന പേരിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലൈഫ് മിഷൻ്റെ പ്രവർത്തനം 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേട്ട ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ 4,70,000-ഓളം വീടുകൾ ഇപ്പം നമുക്ക് പൂർത്തിയാക്കാനായത് 2021 നിങ്ങൾ തന്നെ തുടരൂ എന്ന് LDF-നോട് ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ അത് ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ജീവന നിലവാരത്തിലേക്ക് ഉയർത്തുക, വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവന നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക, ഇതാണ് നവകേരള നിർമ്മിതിയുടെ സുപ്രധാന ലക്ഷ്യമായി നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, ആ ലക്ഷ്യം ഏറെയൊന്നും അകലെയല്ല എന്നത്. കേരളത്തിലെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. ഈ കുറവ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, ഇവിടെ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും എടുത്താൽ അതിനേക്കാളും കുറഞ്ഞ നിരക്കാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുള്ളത്. ഇതൊരു ചെറിയ നേട്ടമല്ല. നാം ശ്രദ്ധിക്കേണ്ടത് $167.9 ബില്യൺ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP. എന്നാൽ അമേരിക്കയുടേത് $30.51 ട്രില്യൺ ഉടമയാണ്. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീമനാണ്. എങ്ങനെയാണ് അവരെ മറികടന്ന് നമുക്ക് മുന്നിലെത്താനായത്? അവരുടെ GDP-യുടെ 0.55% മാത്രമാണ് നമുക്കുള്ളത്. എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അമേരിക്കയിൽ 1,00,000 പ്രസവങ്ങളിൽ 22.3 അമ്മമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. കേരളത്തിൽ അത് 18. കേരളത്തിൽ 1000 ജനനത്തിന് 5 ശിശുമരണമാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിൽ അത് 5.6. നമ്മുടെ സാക്ഷരതാ നിരക്ക് പരിശോധിച്ചാൽ 96.2% കേരളത്തിൻ്റെ സാക്ഷരത.
അമേരിക്കയുടെ സാക്ഷരതാ നിരക്ക് 79%. നമ്മുടെ സംസ്ഥാനത്ത് ബഹുമുഖ ദാരിദ്ര്യം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു. അവിടെ 0.55%. എന്നാൽ അമേരിക്കയിലത് 5.68%. ഇതാണ് വ്യത്യാസം. കുന്നുകൂടിയ സമ്പത്തല്ല, ജനങ്ങൾക്ക് നൽകുന്ന കരുതലും മുൻഗണനയുമാണ് ഒരു നാടിൻ്റെ യഥാർത്ഥ അളവുകോല് എന്നതാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഒരു അത്ഭുതമാണ്. ഉത്തർപ്രദേശിൽ മാതൃമരണ നിരക്ക് 141. കേരളത്തിലത് നേരത്തെ പറഞ്ഞു 18. നീതി ആയോഗ് പറയുന്നു രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്ത് 100-ൽ 11 പേർ ദരിദ്രരാണ്. കേരളത്തിൽ 200-ൽ ഒരാളെന്ന നിലക്കാണ്. നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിര വികസനത്തിലും ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. രാജ്യത്ത് തൊഴിലാളിക്ക് ഏറ്റവും ഉയർന്ന ദിവസവേതനം ലഭിക്കുന്നത് കേരളത്തിലെന്നാണ്. നിർമ്മാണ മേഖലയിൽ ദേശീയ ശരാശരി 362 രൂപയാണ്. കേരളത്തിൽ 829 രൂപയാണ്. 300-ഉം 800-ഉം. ഇതാണ് തൊഴിലാളിയുടെ അന്തസ്സ്, തൊഴിലാളിയുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനിടയാകുന്നത്. ഇന്ത്യ ടുഡേ പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും സന്തോഷമുള്ള ജനത കേരളത്തിലാണ് എന്നാണ്. ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. വികസനത്തിൻ്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളും അറിയണം. വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം. വികസനമെന്നത് അമ്പരചുംബികൾ മാത്രമല്ല, മനുഷ്യൻ്റെ സന്തോഷം കൂടിയാണ്. ഇവിടെ പല കാര്യങ്ങൾ രാജ്യത്തിന് മാതൃകയായി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഗ്രഫീൻ സെൻറ്റർ, കൊച്ചിയിലെ വാട്ടർ മെട്രോ, ഇതെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളവയാണ്. നാം നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നാളത്തെ തലമുറക്ക് വേണ്ടിയുള്ള വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കൂടിയാണ് നാം ശ്രമിക്കുന്നത്. ഇൻ്റർനെറ്റ് ഒരു മൗലികാവകാശമായി പ്രഖ്യാപിച്ച നാടാണ് നമ്മുടേത്. രാജ്യത്തെവിടെയും പച്ചക്കറിക്ക് താങ്ങുവില ഏർപ്പെടുത്തിയിട്ടില്ല. അതാദ്യമായി പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ പൊതുവായി സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നിരക്ക് അത് ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും.
ഇന്ത്യ സ്കിൽസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 അവരുടെ റിപ്പോർട്ട് തൊഴിൽ വൈദഗ്ധ്യമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലി ചെയ്യാൻ ഏറ്റവും മുൻഗണന നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സ്കോറിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്. നമ്മുടെ സ്കോറ് 0.758 ആഗോള ശരാശരി 0.754. അതിൻ്റെയും മുകളിലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നാം നിൽക്കുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ, അതായത് ഭൗതിക ജീവിത നിലവാര സൂചിക, 95.34 സ്കോറോടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതായി നിൽക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ നഗരങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെയുള്ള നഗരങ്ങൾ രാജ്യത്തെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയ മെട്രോ നഗരങ്ങളെക്കാൾ മുന്നിലാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, വായുവിൻ്റെ ഗുണനിലവാരം, പൊതുസൗകര്യങ്ങൾ, കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക്, ഇതെല്ലാമാണ് കേരളത്തിൻ്റെ നേട്ടത്തിന് കാരണം. രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ്.